ഓക്കെ, നമുക്കിന്ന് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ വരുന്ന SMLും CMLും ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഞാൻ എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൽ നിന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഒന്ന് റിവൈസ് ചെയ്യാം. CAPM is developed in 1960 by William Sharpe, John Winter and Jan Mosin. Capital asset pricing model helps the investor to understand risk and return relationship of securities. It explains how assets should be priced in the capital market. Risk and return തമ്മിലുള്ള linear relationship show ചെയ്യാൻ വേണ്ടിയിട്ടാണ് capital asset pricing model യൂസ് ചെയ്യുന്നത്. That means systematic risk, expected return of the securities. And also it helps to fix the price for the securities in the capital market. CAPM is the really an extension of the portfolio theory of Markowitz. മാർക്കോവിറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് CAPM എന്ന് പറയുന്നത്. The portfolio theory is the description of how rational investors should build efficient portfolio and select optimal portfolio. അതായത് പോർട്ട്ഫോളിയോ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റർ എങ്ങനെയാണ് ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അതിൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മോഡൽ ഗീവ്സ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി. Then assumptions regarding capital asset pricing model. First one is individual buyer or seller cannot affect the price of the stock. ഒരു ഇൻഡിവിജ്വൽ ബയറിനോ സെല്ലറിനോ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, investors make their decision only on the basis of expected return, standard deviation and covariance. Investors always make their decisions based on the expected return, standard deviation and covariance. Investors have homogeneous expectation. Each investor have homogeneous expectations towards the risk and return of their securities. Okay, there is no transactional cost and personal income tax. That means the capital asset pricing model is not affected by the transactional cost and personal income tax. Then last one, investors can lend or borrow any amount of fund at the riskless rate of return. That means the investors in the market can borrow or lend money at any time and at any riskless rate of return. Major assumptions of CAPMs are discussed. Assumptions means when we calculate the capital asset pricing model, we are based on some assumptions for calculating. Those assumptions are discussed. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് എന്ന് പറഞ്ഞു. സോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പോർട്ട്ഫോളിയോ തിയറി ഡീൽസ് വിത്ത് പോർട്ട്ഫോളിയോ ഓഫ് റിസ്കി അസറ്റ്സ്. നമ്മൾ പറഞ്ഞു പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത് മാർക്കോവിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ്. പോർട്ട്ഫോളിയോ തിയറിയുടെ ഒരു എക്സ്റ്റൻഷനാണ് എന്ത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പോർട്ട്ഫോളിയോ തിയറി മീൻസ് ഇറ്റ് ഡീൽസ് വിത്ത് പോർട്ട്ഫോളിയോ ഓഫ് റിസ്കി അസറ്റ്. റിസ്കി അസറ്റിൻ്റെ ഒരു പോർട്ട്ഫോളിയോനെ ഡീൽ ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ആൻ ഇൻവെസ്റ്റർ ഫേസസ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ കണ്ടെയ്നിങ് ദ സെറ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഓഫ് റിസ്കി അസറ്റ്. അതായത് ഈ തിയറി പ്രകാരം ഇൻവെസ്റ്റേഴ്സ് ഒരു സെറ്റ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഫേസ് ചെയ്യും. അതായത് ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിൻ്റെ പോർട്ട്ഫോളിയോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഉണ്ടാവും. അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിളും ഒപ്റ്റിമലുമായിട്ടുള്ള സെക്യൂരിറ്റി ആയിരിക്കും ഒരു ഇൻവെസ്റ്റർ സെലക്ട് ചെയ്യുക. The efficient frontier arising from a feasible set of portfolio of risky assets in a concave in shape. Efficient frontier എന്ന് പറയുന്നത്
ഒരു കോൺകേവ് ഷേപ്പിലാണ്. അതിൻ്റെ ഉള്ളിൽ റിസ്കി അസറ്റിൻ്റെ പോർട്ട്ഫോളിയോസ് ഉണ്ടാവും. പോർട്ട്ഫോളിയോസ് എന്താണെന്നറിയില്ലേ? സെറ്റ് ഓഫ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. When an investor is assumed to use riskless lending and borrowing in his investment activity, the shape of it transforms to straight line. ഒരു ഇൻവെസ്റ്റർ അയാൾ റിസ്ക്ലെസ് ആയിട്ട് ലെൻഡിങ്ങിനും ബോറോയിങ്ങിനും ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് എന്താവും? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് മാറും. ഇനി നമുക്ക് എന്താണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് നോക്കാം. ഓക്കെ, ഇതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഈ കോൺകേവ് ഷേപ്പിലുള്ളതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോ, ഡിഫറെൻറ്റ് റിസ്ക്കും റിട്ടേണും ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ സെറ്റ് നമ്മൾ ഈ AC എന്ന് പറയുന്ന എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇത് ഡിനോട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റിട്ടേൺ ഈ CDEF. ഓക്കെ, ഇങ്ങനെ നമ്മൾ കൊടുത്തേക്കുവാണെങ്കിൽ റിട്ടേണും റിസ്ക്കും നോക്കാം. പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും. ഇത്രയും റിസ്ക് എടുക്കുന്നതിന് ഇത്രയും റിട്ടേൺ മാത്രമേ കിട്ടുന്നുള്ളൂ. അതൊന്നും കൂടി പറയാം. എയുടെ കേസ് നോക്കുകയാണെങ്കിൽ എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ഇത്രയും പോർഷൻ റിസ്ക് എടുക്കുമ്പോൾ ഇത്രയും പോർഷൻ റിട്ടേൺ ആണ് റിസീവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിയുടെ കേസിൽ റിസ്ക്കും റിട്ടേണും എന്താണ്? ഇത്രയും റിസ്ക് എടുക്കുന്ന സമയത്ത് ഇത്രയും റിട്ടേൺ മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഓരോ പോയിൻറ്റ്സും നമ്മൾ ഇതെന്ന് പറയുമ്പോൾ റിസ്ക്കും കൂടുതലാണ് റിട്ടേണും കൂടുതലാണ് അല്ലേ? റിസ്ക് ഇത്ര ഉണ്ട്, റിട്ടേൺ ഇത്രയുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് റിസ്ക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതെന്ന് പറയുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. ദാറ്റ് ഈസ് AC എന്ന് പറയുന്ന കേർവാണ്, കോൺകേവ് കേർവാണ് എന്ത്? എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. സോ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നമ്മൾ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റർ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റർ റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും ബോറോ ചെയ്യാനോ ലെൻഡ് ചെയ്യാനോ റെഡി അല്ലെങ്കിൽ ഈ കോൺകേവ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഉണ്ടാവുക. പിന്നെ ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പം ഇൻവെസ്റ്റർ എപ്പോഴും ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതായത് റിസ്ക് കുറഞ്ഞ് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോ. ഈ കേസിൽ ചിലപ്പം അയാൾ സെലക്ട് ചെയ്യുന്നത് B ആയിരിക്കാം. റിസ്ക് കുറഞ്ഞിട്ട് റിട്ടേൺ കൂടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും അയാൾ സെലക്ട് ചെയ്യുക. ഈ AC എന്ന് പറയുന്ന എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നമ്മൾ കാണുന്ന CDE എന്നൊക്കെ പറയുന്ന പോയിൻറ്റ്സ് ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ് കേട്ടോ. സെക്യൂരിറ്റീസ് അല്ല, ഡിഫറെൻറ്റ് പോർട്ട്ഫോളിയോസ് ആണ് കേട്ടോ. ഇനി നോക്കാം. ABC റെപ്രസെൻറ്റ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. അതായത് ഈ ABC കർവ് എന്ന് പറയുന്നത് ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒക്കെയുള്ള ഈ പോയിൻറ്റ്സ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ കാറ്റഗറീസ് ആണ്. അതായത് ഇപ്പോൾ ഈ പോയിൻ്റ് ഒക്കെ വന്നാലും അതും എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ കൺസിസ്റ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. B ഈസ് ദ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഇൻ ദ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് റിട്ടേൺ 15% ആൻഡ് റിസ്ക് ഈസ് 8%. ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ B ആണ് ഇവിടെ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് റിട്ടേൺ എന്ന് പറയുന്നത് 15%ഉം റിസ്ക് എന്ന് പറയുന്നത് 8%ഉം ആണ്. ഓക്കെ, ദ റിസ്ക് ഫ്രീ അസെറ്റ് വിത്ത് ദ റേറ്റ് ഓഫ് റിട്ടേൺ 7%. അതായത് RF ഈ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് ഫ്രീ ആണ്. ഇവിടെ വരെ എന്താണ്? റിസ്കേ ഇല്ല. ഓക്കെ, ഈ ഒരു പോർഷൻ അതായത് ഈ ഒരു പോർഷൻ വരെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അയാൾക്ക് തീരെ റിസ്ക് ഉണ്ടാവില്ല.
അതായത് ഇതിന് നേരെയായിട്ട് വരുന്നത്, അതുവരെ എന്താണ്, റിസ്ക് ഫ്രീ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഇൻവെസ്റ്റർ മേ ലെൻഡ് പാർട്ട് ഓഫ് ഹിസ് മണി അറ്റ് ദ റിസ്ക്ലെസ് അസറ്റ്. അയാൾ ഒരു പാർട്ട് എന്ത് ചെയ്യും, അയാളുടെ റിസ്ക്ലെസ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ഈ പോയിന്റിൽ അയാൾ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യും, അയാളുടെ 40% അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ അസറ്റിലായിരിക്കും. ബാക്കി 60% ആയിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. That means the investor places his 40% of his funds in risk-free asset remaining in the portfolio B. The return and risk of this combined portfolio may be calculated using the following formula. Formula use ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓൾ ഇൻവെസ്റ്റർ ഹോൾഡ് കോമ്പിനേഷൻ ഓഫ് ഓൺലി 2 അസറ്റ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും ടു അസറ്റ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഓൾ ദിസ് കോമ്പിനേഷൻസ് വിൽ ലൈ അലോങ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റിംഗ് ദി എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഈ അസറ്റിൻ്റെ പോർട്ട്ഫോളിയോസ് ലേ ചെയ്യും. അതായത് 2 അസറ്റ് വെച്ചിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഈ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് ലൈൻ ഫോംഡ് ബൈ ദ ആക്ഷൻ ഓഫ് ഓൾ ഇൻവെസ്റ്റേഴ്സ് മിക്സിംഗ് മാർക്കറ്റ് പോർട്ട്ഫോളിയോ വിത്ത് റിസ്ക് ഫ്രീ അസറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പോർട്ട്ഫോളിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഡിനോട്ട് ചെയ്യും. ഓൾ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് ഓഫ് ഓൾ ഇൻവെസ്റ്റർ വിൽ ലൈ along this capital market line. ഈ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ്, ഈ ഇൻവെസ്റ്റർ 2 അസറ്റിൻ്റെ കോമ്പിനേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോസ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിലായിരിക്കും ഉണ്ടാവുക. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് പോയിട്ട് കണ്ടുവരിക. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് തിയറിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, അതായത് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇ അധികം കൺസിഡർ ചെയ്യാറില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ ഇൻ ക്യാപിറ്റൽ ഓൺ ദ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. അതായത് റിട്ടേണും റിസ്ക്കും തമ്മിലുള്ള റിലേഷൻ, ഒരു എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് എന്ത്, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ നോട്ട് ചെയ്യുക കേട്ടോ. RF is towards waiting price of no time. RM minus RF divided by standard deviation of market എന്ന് പറയുന്നത് price of risk or risk premium എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ. എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ടൈം പ്ലസ് പ്രൈസ് ഓഫ് റിസ്ക് ഇൻറ്റു എമൗണ്ട് ഓഫ് റിസ്ക്. നെക്സ്റ്റ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ആണ്. Security market line means it is a graphical representation of capital asset pricing model. It shows the relationship between expected return and risk for all securities and all portfolio whether efficient or inefficient. അതായത് it shows the relationship between risk and expected return. അതായത് സിസ്റ്റമാറ്റിക് റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള റിലേഷൻ ഷോ ചെയ്യാനാണ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് SML എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യും. അതായത് എഫിഷ്യൻ്റ് ആയാലും ഇൻഎഫിഷ്യൻറ്റും ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, SMLൽ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ CML അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. CMLൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുള്ളൂ, SMLൽ ഇൻഎഫിഷ്യൻറ്റും എഫിഷ്യൻറ്റും ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് യൂസ് ചെയ്യും.
It follows expected return of security or portfolio should be related to the risk of the security or portfolio measured by the beta. സോ നമ്മൾ അതിൻ്റെ ഉള്ളിലെ റിസ്ക് മെഷർ ചെയ്യുന്നത് ബീറ്റ യൂസ് ചെയ്തിട്ടാണ്. ബീറ്റ എന്ന് പറയുമ്പം സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാനുള്ള ടൂളാണ് ബീറ്റ എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാപം എന്താണ്, SML എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി അത് കാണുക. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ CML ആൻഡ് SML. First one, risk is defined as the systematic risk. Risk is defined as the total risk. SML നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് നോട്ട് ചെയ്യുന്നത്. അത് ബീറ്റ കൊണ്ട് മെഷർ ചെയ്യും. CML അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ റിസ്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ റിസ്ക്. ടോട്ടൽ റിസ്ക് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെഷേർഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, റിസ്ക് ഈസ് മെഷേർഡ് ബൈ ബീറ്റ, റിസ്ക് ഈസ് മെഷേർഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. So in SML it is valid for all securities and all portfolios. SML നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടും ഇൻഎഫിഷ്യൻ്റും ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഒക്കെ തന്നെ യൂസ് ചെയ്യും. In CML we only use the efficient portfolios. Efficient portfolios മാത്രമേ നമ്മൾ CML യൂസ് ചെയ്യുള്ളൂ. SML is purely based on the capital asset pricing model, where in case of CML it is based on the capital market theory. സോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻസും കൂടി നോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫ്സും വരച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമിന് ഡിഫറൻസ് ബിറ്റ്വീൻ SML ആൻഡ് CML എന്ന് ചോദിച്ചാൽ ഇത്രയും പോയിൻറ്റ്സ് എഴുതി ശേഷം CMLൻ്റെയും SMLൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും ഇക്വേഷൻസും എഴുതുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് നോക്കി. CMLും SMLും എക്സ്പ്ലെയിൻ ചെയ്തു, ഡിഫറൻസും ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.